Crystal Institute, creating a realm of young scholars and talented aspirants to lead. Hello students, welcome to Crystal Institute. Myself Srinath. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡറി ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് എന്ന പോർഷനെ കുറിച്ചാണ്. സെക്കൻഡറി ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ്. സെക്കൻഡറി ഗ്രോത്ത് ഇൻ പ്ലാന്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡറി ഗ്രോത്ത് ഇൻ പ്ലാന്റ്സിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് രണ്ടാമത് നടക്കുന്ന ഗ്രോത്ത് ആണ്. സെക്കൻഡറി ഗ്രോത്ത് ആണ്. പ്രൈമറി ഗ്രോത്തിന് ശേഷം നടക്കുന്ന ഗ്രോത്ത് ആണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞാൽ ബൈ ദ ആക്ടിവിറ്റി ഓഫ് സെക്കൻഡറി ലാറ്ററൽ മെരിസ്റ്റംസ് increase in the circumference or girth of plant organs due to the formation of secondary tissues in stellar and extrastellar regions. Stellar regionസിലും extrastellar regionസിലും നടക്കുന്ന മെരിസ്റ്റത്തിന്റെ സെക്കൻഡറി ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി മൂലമുണ്ടാകുന്ന പ്ലാന്റ്സിന്റെ എന്താണ് സർക്കംഫറൻസിന്റെ ഇൻക്രീസ്, അതായത് വണ്ണം വെക്കുന്നു, പ്ലാന്റിന് തടി വെക്കുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. നോർമലി സെക്കൻഡറി തിക്കണിങ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജിംനോസ്പേംസിലും അതുപോലെ ആൻജിയോസ്പേമിൽ തന്നെയുള്ള ഡൈക്കോട്ടിലിഡൻസിലുമാണ്. ഡൈക്കോട്ടിലിഡൻസിന്റെ റൂട്ടിലും സ്റ്റെമ്മിലുമൊക്കെയാണ് നമുക്ക് എന്ത് നടക്കുന്നത് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻജിയോസ്പേമിൽ തന്നെ നമ്മുടെ ഡൈക്കോട്ടിലിഡനിൽ മാത്രമേ ഉള്ളൂ കേമ്പിയൽ സെൽസ് ഉള്ളത്. കേമ്പിയൽ സെൽസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന സെക്കൻഡറി ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ലാറ്ററൽ ഗ്രോത്ത് അല്ലെങ്കിൽ സർക്കംഫറൻസിന്റെ ഇൻക്രീസ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ സെക്കൻഡറി ഗ്രോത്ത് ഡൈക്കോട്ട് സ്റ്റെമിലെ സെക്കൻഡറി ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, സ്റ്റീലാർ റീജിയനിലും എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിലും അല്ലെങ്കിൽ ഇൻട്രാ സ്റ്റീലാർ റീജിയനിലും എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിലും രണ്ടിടത്തും കൂടെ നടന്നിട്ടാണ് എന്ത് നടക്കുന്നതെന്ന് പറഞ്ഞു, നമ്മുടെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നടക്കുന്നത് വാസ്കുലാർ കേമ്പിയത്തിൻ്റെ ഫോർമേഷനാണ്. വാസ്കുലാർ കേമ്പിയത്തെ കുറിച്ച് പറയുമ്പോൾ വാസ്കുലാർ കേമ്പിയം എന്ന് പറയുന്നത് ഒരു സർക്കുലർ ആയിട്ടുള്ള കേമ്പിയൽ റിംഗ് ആണ്. ഈ കേമ്പിയൽ റിംഗ് എന്ന് പറയുന്നത് രണ്ട് തരം കേമ്പിയത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതിൽ ഒന്നാമത്തത് ഇൻട്രാഫസിക്കുലാർ കേമ്പിയവും രണ്ടാമത്തത് ഇന്റർഫസിക്കുലാർ കേമ്പിയവും. ഇൻട്രാഫസിക്കുലാർ കേമ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു പ്ലാന്റിൽ തന്നെ പ്രൈമറി ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കേമ്പിയം ആണ് എന്തെന്ന് പറയുന്നത് ഇൻട്രാഫസിക്കുലാർ കേമ്പിയം എന്ന് പറയുന്നത്. നമ്മുടെ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇൻ ബിറ്റ്വീനായിട്ട് കാണപ്പെടുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ അതൊരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഇൻട്രാഫസിക്കുലാർ കേമ്പിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടല്ലോ, വാസ്കുലാർ ബണ്ടിൽസിന്റെ രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സെൽസ് ആണ് അല്ലെങ്കിൽ നമുക്കതൊന്ന് നോക്കാം. എന്താണ് നമുക്ക് ഇതൊരു വാസ്കുലാർ ബണ്ടിലായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾക്ക് നോക്കാം. വാസ്കുലാർ ബണ്ടിൽസ് നമുക്കറിയാം, ഡൈക്കോട്ടിലിഡൻസിൽ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് നമ്പറിലാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതാ ഈ കാണുന്ന അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന അറേഞ്ച്മെന്റ്സ് ഇവിടെ കാണുന്ന ഈ പോർഷനാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ ഇൻട്രാഫസിക്കുലാർ കേമ്പിയം എന്ന് പറഞ്ഞത്. ഇനി ഇന്റർഫസിക്കുലാർ കേമ്പിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഇന്റർഫസിക്കുലാർ കേമ്പിയം. കണ്ടോ, ഈ കാണുന്നതാണ് ഇന്റർഫസിക്കുലാർ കേമ്പിയം എന്ന് പറയുന്നത്. രണ്ട് വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇൻ ബിറ്റ്വീനായിട്ട് കാണപ്പെടുന്ന ആ സെൽസിനെയാണ് നമ്മൾ ഇന്റർഫസിക്കുലാർ കേമ്പിയം എന്ന് പറയുന്നത്. ഇന്റർഫസിക്കുലാർ കേമ്പിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ പാരങ്കൈമ സെൽസ് ഓഫ് മെഡിലറി റേസ് ആൻഡ് ഇൻ ദ മെഡിലറി റീജിയൻസ്. ആ വാസ്കുലാർ സെൽസിൽ വാസ്കുലാർ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ പാരങ്കൈമ സെൽസിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഈ ഇന്റർഫസിക്കുലാർ കേമ്പിയം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഇൻട്രാഫസിക്കുലാർ കേമ്പിയവും ഇന്റർഫസിക്കുലാർ കേമ്പിയവും കൂടെ കോമ്പിനേഷൻ ചേർന്ന് ഒരു സർക്കുലാർ റിംഗ് ആയി മാറുന്നു. ആ സർക്കുലാർ റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് വാസ്കുലാർ കേമ്പിയം എന്ന് പറയുന്നത്. ബോത്ത് ഇൻട്രാഫസിക്കുലാർ ആൻഡ് ഇന്റർഫസിക്കുലാർ കേമ്പിയം ജോയിൻസ് ടുഗദർ ആൻഡ് ഫോം എ കേമ്പിയം റിംഗ്. അപ്പോൾ വാസ്കുലാർ കേമ്പിയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വാസ്കുലാർ കേമ്പിയം രണ്ട് ടൈപ്പ് സെല്ലുകളാണ് വാസ്കുലാർ കേമ്പിയത്തിലുള്ളത്. ഒന്നാമത്തത് ഫ്യൂസിഫോം ഇനിഷ്യൽസ്, അതുപോലെ രണ്ടാമത്തത് റേ ഇനിഷ്യൽസ്. ഫ്യൂസിഫോം ഇനിഷ്യൽസും ഉണ്ട്, റേ ഇനിഷ്യൽസും ഉണ്ട്. ഈ ഫ്യൂസിഫോം ഇനിഷ്യൽസ് എന്ന് പറയുന്നത് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂസിഫോം ഇനിഷ്യൽസിന്റെ ആക്ടിവിറ്റി മൂലം അവിടെ ട്രക്കീഡ്സ്
വെസൽസ്, ഫൈബേഴ്സ്, സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ് അങ്ങനെയുള്ള വാസ്കുലാർ ടിഷ്യൂസ് ഫോം ചെയ്യും. സെക്കൻഡറി ആയിട്ട് ഫോം ചെയ്യും. വാസ്കുലാർ ടിഷ്യൂസ് സെക്കൻഡറി ആയിട്ട്, പ്രൈമറി ആയിട്ട് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. അതാണല്ലോ നമ്മൾ ഈ കാണുന്നത്. ഇവിടെയുള്ള വാസ്കുലാർ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു. ഇവിടെയുള്ള വാസ്കുലാർ ബണ്ടിൽസ് ഇത് സെക്കൻഡറി ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? വാസ്കുലാർ കേമ്പിയത്തിന്റെ എവിടെ നിന്ന്? നമ്മുടെ ഫ്യൂസിഫോം ഇനിഷ്യൽസിൽ നിന്നും. ഇനി റേ ഇനിഷ്യൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. റേ ഇനിഷ്യൽസിൽ നിന്നും ഫോം ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഐസോഡയമെട്രിക് ആയിട്ടുള്ള സെൽസിനെയാണ് ഫോം ചെയ്യുക. അവരെന്തിനാ? പാരങ്കൈമയും വാസ്കുലാർ റേസിനെയുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ്ടേ നമ്മുടെ നമ്മുടെ കേമ്പിയമാണ്, വാസ്കുലാർ കേമ്പിയം എങ്ങനെയാണ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതാണ്ട് ഇവിടെ ഈ കാണുന്നതാണ് ഓരോ വാസ്കുലാർ ബണ്ടിൽസും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഈ കാണുന്നതാണ് ഓരോ വാസ്കുലാർ ബണ്ടിൽസും. ഇവിടെ ഈ കാണുന്നത് കണ്ടോ? ഈ കാണുന്നതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞത്? ഈ കാണുന്നതാണ് നമ്മുടെ ഇൻട്രാഫസിക്കുലാർ കേമ്പിയം. അപ്പം തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന ഇവിടെ ഈ ഇൻബിറ്റ്വീനായിട്ട് കാണുന്ന കാര്യമാണ് എന്തെന്ന് പറഞ്ഞത്? നമ്മുടെ ഇന്റർ ഫസിക്കുലാർ കേമ്പിയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് എന്തായി മാറും? ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് ഒരു കംപ്ലീറ്റ് റിംഗ് ആയിട്ട് മാറും. ആ കംപ്ലീറ്റ് റിംഗ് ആണ് നമ്മുടെ വാസ്കുലാർ കേമ്പിയം. ഇവിടെ ഈ ഒരു കറുത്ത റിംഗ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് വാസ്കുലാർ കേമ്പിയം എന്ന് പറയുന്നത്. ഈ വാസ്കുലാർ കേമ്പിയത്തിനകത്ത് നിന്ന് വാസ്കുലാർ കേമ്പിയത്തിൻ്റെ ഈ ലാറ്ററൽ മെരിസ്റ്റം എന്ത് ചെയ്യും? ഒരു സൈഡിലേക്ക്, അതായത് ഇന്നർ സൈഡിലേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് സൈലവും അകത്തേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് സൈലവും അതിങ്ങനെ റിംഗ് ആയിട്ടാണ്, കോൺസെൻട്രിക് റിംഗ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അകത്തേക്ക് സൈലവും അതുപോലെ തന്നെ പുറത്തേക്ക് എന്താണ്? സെക്കൻഡറി ആയിട്ടുള്ള ഫ്ലോയത്തെയുമാണ് അവർ ഫോം ചെയ്യുന്നത്. അകത്തേക്ക് പ്രൈമറി സൈലവും പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും. അങ്ങനെ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫോം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു പോർഷനിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഇതാണ്ട് ഈ പറഞ്ഞ വാസ്കുലാർ കേമ്പിയത്തിനകത്തുനിന്ന് അകത്തേക്ക് ഇന്നർ സൈഡിലേക്ക് സെക്കൻഡറി സൈലവും പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും ഫോം ചെയ്ത കാര്യങ്ങളാണ് കണ്ടത്. അതിൽ തന്നെ ഫ്യൂസിഫോം ഇനിഷ്യൽസിൽ നിന്നും എന്താണ് ഫോം ചെയ്തത്? ഫ്യൂസിഫോം ഇനിഷ്യൽസിൽ നിന്നും ഫോം ചെയ്ത് ട്രക്കീഡും വെസൽസും ഫൈബേഴ്സും അതുപോലെ കമ്പാനിയൻ സെൽസും ഒക്കെ ആണെങ്കിൽ റേ ഇനിഷ്യൽസിൽ നിന്നും ഫോം ചെയ്തത് എന്താണ്? അവിടെ പാരങ്കൈമയും അതുപോലെ വാസ്കുലാർ റേസുമാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേമ്പിയൽ റിങ് എപ്പോഴും ഒരുപോലെയുള്ള ആക്ടിവിറ്റി അല്ല കാണിക്കുന്നത്. കേമ്പിയൽ റിങ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസെൻട്രിക് റിങ്സിനെയാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഒരുപോലെയുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കത്തില്ല. ഒരു കംപ്ലീറ്റ് ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇവർ സ്പ്രിംഗ് സീസണിൽ എന്തായിരിക്കും? കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. സ്പ്രിംഗ് സീസണിൽ ഇവർ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. കണ്ടില്ലേ? സ്പ്രിംഗ് സീസണിൽ കൂടുതൽ ആക്റ്റീവ് ആകുകയും അപ്പോഴുണ്ടാകുന്ന സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. സെക്കൻഡറി സൈലത്തിൻ്റെ വെസൽസ് എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. ആ ലാർജർ ആയിട്ടുണ്ടാകുന്ന ആ വെസൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ്. ആ സമയത്തുണ്ടാകുന്ന സൈലത്തിനെ അല്ലെങ്കിൽ ആ വുഡിനെ, സൈലം തന്നെയാണ് വുഡ് എന്ന് പറയുന്നത്. അപ്പം ആ സമയത്തുണ്ടാകുന്ന സൈലത്തിനെ നമ്മൾ എന്തോ വിളിച്ചു? സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്ന് വിളിച്ചു. ഇനി രണ്ടാമത് ആ സീസൺ കഴിഞ്ഞു, ആ വർഷത്തിലെ സ്പ്രിംഗ് സീസൺ കഴിഞ്ഞ് നെക്സ്റ്റ് സീസണായി. ആ സീസൺ ഓട്ടം സീസണിൽ എന്തായിരിക്കും? ഓട്ടം സീസണിൽ കേമ്പിയം ലെസ് ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ സമയത്തുണ്ടാകുന്ന സൈലം വാൾസ് തിക്കായിരിക്കും. സോ അവരുടെ ലൂമനൊക്കെ ചെറുതായിരിക്കും. സ്മോൾ ആയിട്ടുള്ള തിക്ക് വാൾഡ് ആയിട്ടുള്ള സൈലമായിരിക്കും ഉണ്ടാകുന്നത്. ആ വുഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ്. ഇപ്പം നമ്മൾ സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ നല്ല ആക്റ്റീവായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു കോൺസെൻട്രിക് റിങ്ങിനാണ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന വുഡാണ്. മറ്റേതെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്ന് പറയുന്നതോ അവരെന്ന് പറയുന്നത് ഓട്ടം സീസണിൽ ഉണ്ടായതാണ്. അവർ തിക്ക് വാൾഡ് ആണ്. സോ അവർ
എന്താണ് രണ്ടാമതുണ്ടായതുകൊണ്ട് അവരെ ലേറ്റ് വുഡ് എന്ന് നമ്മൾ വിളിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു രണ്ട് കോൺസെൻട്രിക് റിങ്സ് ചേർന്ന് ഉണ്ടായിരിക്കുന്ന അപ്പോൾ ഒരു ഇയറിൽ തന്നെ രണ്ട് തരം റിങ്ങുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കോൺസെൻട്രിക് റിങ്ങുകൾ ചേർന്നുണ്ടായിരിക്കുന്ന ഈ ഒരു വുഡിനെ നമ്മൾ ആ ഒരു റിങ്സിനെ നമ്മൾ ആനുവൽ റിങ്സ് എന്നാണ് വിളിക്കുക. അതാണ് ഇവിടെ ഏർലി വുഡ് കൊണ്ടുണ്ടായിരിക്കുന്ന റിങ്സും ഉണ്ട്, ഏർലി വുഡ് കൊണ്ടുണ്ടായിരിക്കുന്ന റിങ്സും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇതിപ്പം എയർലി വുഡ് ആണെന്ന് വിചാരിക്കുക. ഈ കാണുന്നതാണ് എയർലി വുഡ് എങ്കിൽ അതിനുള്ളിൽ എന്താണ് ലേറ്റ് വുഡ് ഉണ്ടായിരിക്കുന്ന അടുത്ത ലേറ്റ് വുഡ് കൊണ്ടുണ്ടായിരിക്കുന്ന റിങ്സും ഉണ്ട്. അപ്പോൾ എയർലി വുഡും ലേറ്റ് വുഡും ഇങ്ങനെ കോൺസെൻട്രിക് റിങ്സ് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അങ്ങനെ റിങ്ങുകളായിട്ട് കാണുന്നുണ്ട്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിങ്ങുകളായിട്ട് കാണുന്നുണ്ട്. ഓരോ റിങ്ങിനെയും നമ്മൾ എന്താണ് ഒരു വർഷമുണ്ടായ ആ രണ്ട് റിങ്ങുകളെയും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ആനുവൽ റിങ്സ് എന്ന് നമ്മൾ വിളിക്കും. ആനുവൽ റിങ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആനുവൽ റിങ്സിൻ്റെ പ്രത്യേകത, ആനുവൽ റിങ്സ് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? നമുക്ക് ആ പ്ലാന്റിൻ്റെ ഏജ് കണക്കാക്കാൻ പറ്റും. ഒരു വർഷം 2 റിങ് വെച്ചാണ് ഉണ്ടാകുന്നത്. അങ്ങനെ എത്ര റിങ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ എന്തുണ്ട്, എത്ര ഏജ് ഉണ്ടെന്നറിയാം. അപ്പോൾ ആ ഒരു ടെക്നിക്കിന് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. ആ ഒരു ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെൻഡ്രോക്രോണോളജി എന്നാണ്. ആ ഒരു ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെൻഡ്രോക്രോണോളജി എന്നാണ്. നമ്മൾ ഇതാണ്ടേ ഡെൻഡ്രോക്രോണോളജി, ബ്രാഞ്ച് ഓഫ് പ്ലാന്റ് അനാട്ടമി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡിറ്റർമിനിങ് ദ ഏജ് ഓഫ് ട്രീ ഈസ് നോൺ ആസ് ഡെൻഡ്രോക്രോണോളജി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോക്രോണോളജി എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഈ റിങ്സ് ഫോം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പം അത് കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത ഒരു സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മളുടെ പ്ലാന്റ്സിനുള്ളിൽ നടക്കുന്ന ഒരു സെക്കൻഡറി ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഫിനോമിനനാണ് ഫോർമേഷൻ ഓഫ് ടൈലോസിസ്. ഫോർമേഷൻ ഓഫ് ടൈലോസിസ്. ടൈലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ടൈലോസിസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ബ്ലാഡർ ലൈക്ക് ഗ്രോത്ത്. ഈ കാണുന്ന അല്ലേ, ഇതാണ് ടൈലോസിസ് എന്ന് പറയുന്നത്. ബ്ലാഡർ ലൈക്ക് ഗ്രോത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നമ്മൾ ടൈലോസിസ് എന്ന് വിളിച്ചത്. ബ്ലാഡർ ലൈക്ക് ഇൻഗ്രോത്ത് ഓഫ് പാരങ്കൈമാറ്റസ് സെൽസ് ഇൻ ടു ദ വെസൽസ്, ലൂമൻ ഓഫ് വെസൽസ് ആൻഡ് ട്രക്കീഡ്സ് ത്രൂ ദ പിറ്റ്സ്. അതായത് ഇതതിൻ്റെ ഒരു വുഡിനകത്തുള്ള ഒരു ഫിഗറാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു നമ്മുടെ വെസൽ ആണെന്ന് വിചാരിക്കാം. ഇതൊരു വെസലാണ്. ഓക്കെ, അപ്പോൾ ഈ വെസലിനെല്ലാം എന്തുണ്ട്? ലൂമൻ ഉണ്ട്, ചെറിയ ലൂമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ അവർക്ക് എന്താണ്, പിറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഹോൾസ്. ഈ ഹോളുകൾ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? തൊട്ടടുത്ത സെല്ലുമായിട്ട്. തൊട്ടടുത്ത സെല്ലെന്ന് പറയുന്നത് പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള സെല്ലാണ്. ഈ പാരങ്കൈമാറ്റസ് സെല്ലുമായിട്ട് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഡയഗ്രമാറ്റിക് സ്കെച്ച് വരയ്ക്കുന്നുണ്ടെന്നേ ഉള്ളൂ, എക്സാക്ട് ഷേപ്പ് ഇതൊന്നുമല്ല. അപ്പോൾ താണ്ടേ ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇതിലൂടെ ഇവരുടെ ഒരു ഇൻഗ്രോത്ത്, ബ്ലാഡർ ലൈക്ക് ഇൻഗ്രോത്ത് അല്ലെങ്കിൽ ബലൂൺ ലൈക്ക് ഇൻഗ്രോത്ത്, ബ്ലാഡർ ലൈക്ക് ഇൻഗ്രോത്ത് അല്ലെങ്കിൽ എന്താണ്, ബലൂൺ ലൈക്ക് ഇൻഗ്രോത്ത്, അതിനെയാണ് നമ്മൾ ടൈലോസിസ് എന്ന് വിളിച്ചത്. ടൈലോസിസ് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെസൽസിനകത്തൂടെയുള്ള പാസേജ് അങ്ങ് ബ്ലോക്ക് ചെയ്യും. കണ്ടോ, ഇവിടെ എല്ലാം ഇതെല്ലാം വന്ന് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിനകത്തൂടെയുള്ള പാസേജിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു വെസൽസ് എന്തായി മാറും? അവർ ഇനാക്റ്റീവായി മാറും. ആ വെസൽസ് ഇനാക്റ്റീവായി അതിനുള്ളിലൂടെ എന്താണ്, ഈ പാസേജ് ഇല്ലാതെ ആയി മാറും, ഡെഡായി മാറും. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ട ടൈലോസിസിനെ കൊണ്ടുള്ള കാര്യം. ടൈലോസിസ് അങ്ങനെ ഫോം ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പോർഷൻ എന്തായി, അതിലൂടെ ഒരു പാസേജും നടക്കുന്നില്ല. ഒരു പാസേജും നടക്കാതെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ എന്തുണ്ടാകുമെന്ന് അറിയാമോ? ഈ കാണുന്ന ഹേർട്ട് വുഡും അതുപോലെ സാപ്പ് വുഡും ഉണ്ടാവും.
ഹേർട്ട് വുഡും ഉണ്ടാകും, സാപ്പ് വുഡും ഉണ്ടാകും. മക്കളെ ഏതാണ്ട് ഇവിടെ നോക്ക്, ഹേർട്ട് വുഡും സാപ്പ് വുഡും. ഹേർട്ട് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കാണപ്പെടുന്ന ആ ഹാർഡായിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള റീജിയൻ ആണ് ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ഈ കാണപ്പെടുന്ന റീജിയൻ ഹാർഡായിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള റീജിയൻ, ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള റീജിയൻ ആണ് സെക്കൻഡറി വുഡിന്റെ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നമ്മൾ വിളിച്ച പേരാണ് ദാണ്ടെ ഹാർട്ട് വുഡ്. ഹാർട്ട് വുഡ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കാതൽ എന്ന് പറയും മലയാളത്തിൽ. ഇനി എന്താണ് സാപ്പ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാപ്പ് വുഡ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഫങ്ഷണൽ ആയിട്ടുള്ള റീജിയൻ ആണ്. ആ ഫങ്ഷണൽ ആയിട്ടുള്ള റീജിയൻ സോഫ്റ്റ് ആണ്, ലിവിങ് ആണ്, ലൈറ്റ് കളേർഡ് ആണ്. സോഫ്റ്റ് ആണ്, ലിവിങ് ആണ്, ലൈറ്റ് കളേർഡ് ആണ്. അതുപോലെ ഫങ്ഷണൽ പാർട്ടാണ്. സെക്കൻഡറി വുഡിന്റെ ഫങ്ഷണൽ പാർട്ട്, അതായത് ഹേർട്ട് വുഡ് എന്ന് പറയുന്നത് ഡെഡ് ആയിട്ടിരിക്കുമ്പം അവിടെ വാട്ടറിന്റെ പാസേജ് ഒക്കെ നടക്കണമല്ലോ. നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള ലിവിങ് പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നമ്മൾ സാപ്പ് വുഡ് എന്ന് വിളിച്ചത്. അത് ഏറ്റവും പുറമേ കാണപ്പെടുന്ന റീജിയൻ ആണ്, ലൈറ്റ് കളേർഡ് ആണ്. അതാണ്ടേ നമുക്ക് ഇവിടെ അത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇന്നർ റീജിയനിലുള്ളതാണ് ഈ ഡാർക്ക് കളറിൽ കാണുന്നതാണ്. നമ്മളൊരു മരം മുറിച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു ഇന്നർ റീജിയനിൽ ഡാർക്ക് കളറായിട്ട് കാണുന്നതിനെ ഹേർട്ട് വുഡ് എന്നും അതിന് ചുറ്റും ലൈറ്റ് കളറായിട്ട് കാണുന്നതിനെ നമ്മൾ സാപ്പ് വുഡ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹാർട്ട് വുഡും സാപ്പ് വുഡും. ഇനി നമുക്ക് എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിലേക്ക് പോവാം. ഇൻട്രാസ്റ്റീലാർ റീജിയനിലെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻട്രാസ്റ്റീലാർ റീജിയനിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇൻട്രാസ്റ്റീലാർ റീജിയനിൽ നടക്കുമ്പോഴാണല്ലോ അകത്തേക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അകത്തേക്ക് ഗ്രോത്ത് ഉണ്ടായി ഇവരെന്താണ് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഈ അകത്തേക്ക് വരുമ്പം ഈ ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കാമെന്നറിയാമോ? ഇങ്ങനെ ഗ്രോത്ത് അങ്ങോട്ട് കൂടി അകത്തേക്ക് വരുമ്പോൾ ഇത് ഏറ്റവും പുറമേ ഉണ്ടായിരുന്ന എപ്പിഡെർമിസ് ആണ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഗ്രോത്ത് ഇങ്ങനെ കൂടി വരുമ്പം ഇവരെന്തായാലും പുറത്തേക്ക് വളരും. തീർച്ചയായിട്ടും പുറത്തേക്ക് ഇവർ വളരും. പുറത്തേക്ക് ഇങ്ങനെ വളർന്ന് വരുന്നതനുസരിച്ച് എന്താ പറ്റും? ഈ എപ്പിഡെർമിസും പുറത്തേക്ക് വലിയും അല്ലേ? എപ്പിഡെർമിസ് പുറത്തേക്ക് വലിയുമ്പം എന്താ പറ്റും? എപ്പിഡെർമിസ് പുറത്തേക്ക് വലിയുമ്പം അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടും അല്ലയോ? നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വീങ്ങി വരുവാണെങ്കിൽ നമ്മളുടെ ഷർട്ടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊട്ടി പോകുന്നത് പോലെ ഏതാണ്ട് ഇവിടെ ഇങ്ങനെ ആ എപ്പിഡെർമിസ് ബ്രേക്ക് ആവും. ആ എപ്പിഡെർമിസ് അങ്ങനെ ബ്രേക്ക് ആകുമ്പം ഈ എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിൽ ഒരു പുതിയ ഫോർമേഷൻ നടക്കും. ആ ഫോർമേഷനാണ് കോർക്ക് കേമ്പിയം. ഈ കോർക്ക് കേമ്പിയം എന്തിനു വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നതെന്നറിയോ? ഈ പൊട്ടിപ്പോയ എപ്പിഡെർമിസ് പോയതുകൊണ്ട് പ്രൊട്ടക്ഷൻ കുറയുമല്ലേ ഇവിടെ. അങ്ങനെ പ്രൊട്ടക്ഷൻ കുറയുമ്പം അവിടെ ഒരു പുതിയ ഔട്ടർ കവറിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, പുതിയൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടായി വരണം. ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിലെ ഗ്രോത്ത് നടക്കുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിലെ ഗ്രോത്ത് നടക്കുന്ന ആ ഒരു റീജിയനാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ പെരിഡേം എന്ന് പറയുന്നത്. ആ പുതിയ എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിൽ ഉണ്ടായി വന്ന കോർക്ക് കേമ്പിയൻ്റെ ആക്ടിവിറ്റി മൂലമുണ്ടായ പുതിയതായിട്ടുണ്ടായി വന്ന പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത്? പെരിഡേം. As a result of the stellar growth, the epidermis get laterally stretched and ruptured. Soon, a new protective layer is formed, and that tissue is called പെരിഡേം. ഒരു പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ഉണ്ടാകും. ആ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ പെരിഡേം എന്നാണ് വിളിക്കുന്നത്. അതാണ്ട് ഈ കാണുന്നതാണ് പെരിഡേം എന്ന് പറയുന്നത്. പെരിഡേമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 പാർട്ടുകൾ ചേരുന്നതാണ് പെരിഡേം. 3 പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡേം. അതാണ്ടേ ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡേം. അങ്ങനെ 3 പാർട്ടുകൾ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പെരിഡേം എന്ന് പറയുന്നത്. ഈ പെരിഡേമിനകത്ത് എന്താണ് ഈ ഫെല്ലം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഔട്ടറായിട്ട് കാണപ്പെടുന്ന ടിഷ്യൂ ആണ് ഫെല്ലം എന്ന് പറയുന്നത്. ഏറ്റവും ഔട്ടറായിട്ട് കാണപ്പെടുന്ന ഡെഡ് ടിഷ്യൂ, അതാണ് ഫെല്ലം. അതിനുള്ളിൽ കാണപ്പെടുന്ന റീജിയൻ അതാണ് ഫെല്ലോജൻ. ഇവിടെ കാണപ്പെടുന്ന ഈ റീജിയനാണ് ഫെല്ലോജൻ. ഫെല്ലോജൻ എന്ന് പറയുന്നത് ഏതാണ്? അവർ ലിവിങ് ടിഷ്യൂസ് ആണ്. അവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമതായി ഉണ്ടായി വന്ന കോർക്ക് കേമ്പിയം എന്ന് പറയുന്നത്. കോർക്ക് കേമ്പിയം. ഇനി കോർക്ക് കേമ്പിയത്തിൽ നിന്നും പുറത്തേക്ക് എന്തുണ്ടായി? ഫെല്ലം ഉണ്ടായി. അകത്തേക്ക് എന്തുണ്ടായി? ഫെല്ലോഡേം ഉണ്ടായി. ആ ഫെല്ലോഡേമാണ് അകത്ത് കാണപ്പെടുന്നത്. അവരെന്ന് പറയുന്നത്
ഇന്നർ റീജിയനാണ്, അല്ലെങ്കിൽ എന്താണ് അകത്തേക്കുണ്ടാകുന്ന ലിവിങ് ടിഷ്യൂസ് തന്നെയാണ്. ഓക്കെ, നമ്മളുടെ പെരിഡേമിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെരിഡേം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡേം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് കാണാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പെരിഡേം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ് ചെറിയ ഒരു പോർസ് ഉണ്ടായിരിക്കും. ഔട്ടർ സർഫസിലേക്ക് ചെറിയ പോർസ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെൻഡിസെൽസ്. ലെൻഡിസെൽസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മെനി റൈസ്ഡ് പോർസ് ഇൻ ദ സ്റ്റെം ഓഫ് എ വുഡി പ്ലാന്റ് ദാറ്റ് അലൗസ് ഗ്യാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇന്റേണൽ ടിഷ്യൂസ്. ഇന്റേണൽ ടിഷ്യൂസും അതുപോലെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന ആ ഒരു പോർസിനെ, റൈസ്ഡ് പോർസ് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന പ്രായമായിട്ടുള്ള മരങ്ങളിൽ നമുക്ക് ഇളക്കിയെടുക്കാം. അതിൻ്റെ എന്താണ് തൊലി ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ആ പുറത്തേക്ക് നിൽക്കുന്ന പോർഷനെയാണ് നമ്മൾ ലെൻഡിസെൽസ് എന്ന് പറയുന്നത്. ഈ പോർഷനെയാണ് നമ്മൾ ലെൻഡിസെൽസ് എന്ന് പറയുന്നത്. ലെൻഡിസെൽസ് എന്ന് പറയുന്നത് ഈ കാണുന്നത് നമ്മളുടെ ഗ്രോത്ത് കാരണം പുറത്തേക്ക് പൊട്ടിപ്പോയ എപ്പിഡെർമിസ് ആണ്. ഈ കാണുന്നത് പുറത്തേക്ക് പൊട്ടിപ്പോയി, ഗ്രോത്ത് കാരണം പുറത്തേക്ക് പൊട്ടിപ്പോയ എപ്പിഡെർമിസ് ആണ്. അതുപോലെ ഇവിടെ എന്താണ് തൊട്ട് താഴെയായിട്ട് കോർക്ക് കേമിയം ഉണ്ട്. ഇവിടെ ഇങ്ങനെ കോർക്ക് കേമിയം, അതിനുള്ളിൽ പുറത്തേക്ക് കോർക്ക് ഉണ്ടായിരുന്നു, കോർക്ക് കേമിയം, അകത്തായിട്ട് എന്താണ് സെക്കൻഡറി കോർട്ടക്സും ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡറി കോർട്ടക്സ് ആണ് ലിവിങ്. കോർക്ക് എന്ന് പറയുന്നത് എന്താണ് നോൺ ലിവിങ് ആണ്. അപ്പോൾ ആ നോൺ ലിവിങ് ആയിട്ടുള്ള പോർഷനിൽ ചില കോംപ്ലിമെന്ററി സെൽസ് എന്നുള്ള ലിവിങ് സെൽസ് ഉണ്ട്. ആ ലിവിങ് സെൽസ് ഒരു പോറിലേക്കാണ് തുറന്നിരിക്കുന്നത്. അതുവഴി ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലെൻഡിസെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെൻഡിസെൽസ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് ആ എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിലുണ്ടായ പുതിയതായി ഉണ്ടായി വന്നിട്ടുള്ള എന്തിനായിരുന്നു, ആ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിരുന്നു. അതാണ് പെരിഡേം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു നോൺ ടെക്നിക്കൽ ടേമിനെ കുറിച്ചാണ്. ആ നോൺ ടെക്നിക്കൽ ടേമാണ് ബാർക്ക് എന്ന് പറയുന്നത്. ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ടെക്നിക്കൽ ടേമാണ്. നമ്മൾ പറയുന്നത് ബാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ്, മരത്തിന്റെ തൊലി. അതാണ് ബാർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ബാർക്ക് ഈസ് എ നോൺ ടെക്നിക്കൽ ടേം ടു ഓൾ ടിഷ്യൂസ് എക്സ്റ്റീരിയർ ടു വാസ്കുലാർ കേമ്പിയം. Therefore it including secondary phloem. വാസ്കുലാർ കേമ്പിയത്തിന് പുറത്തേക്കുള്ള എല്ലാ ടിഷ്യൂസിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർക്കെന്ന്. ഇപ്പം എന്താണ്ട് ഇത് നമ്മളുടെ വാസ്കുലാർ കേമ്പിയമാണെങ്കിൽ അകത്തേക്ക് നമുക്ക് സൈലം ഉണ്ടാകുമായിരുന്നല്ലോ, പുറത്തേക്ക് നമുക്ക് എന്തായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്, പുറത്തേക്ക് ഫ്ലോയം ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പുറത്തേക്കുള്ള റീജിയൻസിലാണ് നമ്മൾ നേരത്തെ കണ്ട പെരിഡേം ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് പെരിഡേം ഒക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതാ ഈ വാസ്കുലാർ കേമ്പിയത്തിന് പുറത്തേക്കുള്ള ഇത്രയും റീജിയൻസിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാർക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ എന്തില്ല, സെക്കൻഡറി ഫ്ലോയം ഇല്ലാതാകും. സെക്കൻഡറി ഫ്ലോയം ഇല്ലാതായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫ്ലോയം റീജിയൻസ് മൊത്തമാണ് പുറത്തേക്ക് പോകുന്നത് അല്ലേ. പ്രൈമറി ഫ്ലോയം ഏറ്റവും പുറത്തും അതിനകത്തുമാണല്ലോ സെക്കൻഡറി ഫ്ലോയം വരുന്നത്. അപ്പോൾ എന്തായി, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അവിടെ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കത്തില്ല. അങ്ങനെ പ്ലാന്റിൻ്റെ ലോവർ പാർട്ട് ഇപ്പം ഇതൊരു പ്ലാന്റ്, ഇങ്ങനെ ഒരു പ്ലാന്റ് എടുത്തു, നമ്മൾ ആ പ്ലാന്റിൻ്റെ ബാർക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ റിമൂവ് ചെയ്തു, ഒരു റിങ് പോലെ റിമൂവ് ചെയ്തെന്ന് വെച്ചോ. ഗ്രിൽഡിൽഡ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഉള്ളതാവും. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്കെന്താണ്, ഇവിടെ ഈ ഒരു റിങ് ഇട്ട് കഴിഞ്ഞാൽ ആ റിങ്ങിന് താഴേക്കുള്ള പോർഷൻ, ഈ ഒരു പോർഷൻ ആയിരിക്കും ആദ്യം ഡെഡായി പോകുന്നത്. അതാണ് ബാർക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇത്രയുമാണ് നമുക്ക് ബാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഓർക്കാം. നമ്മൾ പറഞ്ഞത് സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ്. സെക്കൻഡറി ഗ്രോത്ത് ഇൻട്രാ സ്റ്റീലറായിട്ടും എക്സ്ട്രാ സ്റ്റീലറായിട്ടും നടക്കുന്ന ഗ്രോത്താണ്. സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും പുതിയതായി ഉണ്ടായി വരുന്ന ആ ഒരു ഗ്രോത്തിനെയാണ് നമ്മൾ സെക്കൻഡറി തിക്കനിങ്, അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ വണ്ണം വെക്കുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാ സ്റ്റീലറായിട്ട് വാസ്കുലാർ കേമ്പിയവും എക്സ്ട്രാ സ്റ്റീലറായിട്ട് അല്ലെങ്കിൽ സ്റ്റീലർ റീജിയൻ്റെ പുറത്തായിട്ട് കോർക്ക് കേമ്പിയവുമാണ് ഇതിൻ്റെ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡറി തിക്കനിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സെക്കൻഡറി തിക്കനിങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Contact us www.crystallinstitute.co.in